വയനാടിൻ്റെ മണ്ണിൽ നമ്മളിപ്പോഴും മനുഷ്യനെ തേടുകയാണ്. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുക എന്നതിനപ്പുറം ഇപ്പോൾ നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഈ വയനാട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരുടെ പുനരധിവാസത്തെക്കുറിച്ചാണ്. അത് കൃത്യമായി നടപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. മാത്രമല്ല, നഷ്ടങ്ങളുടെ കണക്ക് അത് എത്രയാണ് എന്ന് നിജപ്പെടുത്താനും നമുക്ക് കഴിയുമോ എന്നുള്ളത്. കാണാതായവർ 150 പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്ന് പറയുമ്പോൾ അത്രമാത്രമാണോ എന്നുള്ളത്. മരണസംഖ്യ 400-നകത്ത് ഏകദേശം അതിനടുത്തേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ കടമ്പകളായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും എന്താണ് ഇനി വയനാട്ടിൽ ചെയ്യാനുള്ളത്? സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ നടക്കുമോ, പ്രായോഗികമാകുമോ? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഇനി വയനാടിലെ ജനങ്ങൾ ഇനി എന്താണ് അവരുടെ ഒരു പുനരധിവാസം? ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു നിരവധി പേരാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. പുനരധിവാസം, ടൗൺഷിപ്പൊക്കെ സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നു. പലപ്പോഴും നമ്മൾ പല വാഗ്ദാനങ്ങളും ഇതിനു മുൻപുള്ള ദുരന്തമുഖത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് ഇനി വയനാടിൻ്റെ ഒരു അവസ്ഥ? വയനാടിനി എന്താണ്? ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. അതായത് 2 ദിവസം കൊണ്ട് രക്ഷാപ്രവർത്തകർ 1600 പേരെയാണ് മണ്ണിനടിയിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിച്ചത്. അതായത് ജീവനോടെ രക്ഷിച്ചവരുടെ എണ്ണം തന്നെ ഏതാണ്ട് 1600. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഈ സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഏതാണ്ട് 1500ഓളം പേർ രക്ഷാപ്രവർത്തനത്തിലെത്തി. ഒപ്പം ഈ സന്നദ്ധ സേവനവുമായി എത്തിയ കുറേ നല്ല ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ക്യാമ്പുകളുണ്ട്, ഈ ക്യാമ്പിൽ എത്ര കുടുംബങ്ങളുണ്ട് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് സർക്കാർ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഈ ആശയക്കുഴപ്പം വലിയ പ്രതിസന്ധിയാണ്. കാരണം ഇതുപോലെ മണ്ണിളകി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇനിയും ഈ വീടുകൾ നിർമ്മിച്ച് ഇവർ താമസിക്കാൻ അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു, ഇളകിയ മണ്ണാണ് ആ ഭാഗത്ത്, ഇവിടെ ദുരന്തങ്ങൾ ഏത് നിമിഷവും വരാം. അപ്പോൾ ആ ഭാഗത്തിന് ആളുകളെ താമസിക്കാൻ കഴിയില്ല, അല്ലെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് മറ്റൊരു ഭൂമി കണ്ടെത്തി അവിടെ ഒരു പ്രത്യേകമായ ഈ ഹൗസിംഗ് കോളനിയൊക്കെ പോലെയുള്ള വീടുകൾ നിർമ്മിച്ച് നൽകണം. അതിനുവേണ്ടി കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് കൈകോർക്കണം. ഒപ്പം സന്നദ്ധ സേവനം നൽകാമെന്ന് അറിയിച്ചിട്ടുള്ള വലിയ കമ്പനികളുണ്ട്, വ്യക്തികളുണ്ട്. ഇവരുമൊക്കെ കൂടി ചേർന്ന് ആലോചിച്ച് ടൗൺഷിപ്പുകൾ നിർമ്മിക്കണം. നമുക്കറിയാം, 4 വർഷം മുമ്പ് വയനാട്ടിൽ ഇതിന് സമാനമായ ഒരു ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സ്നേഹഭവനങ്ങൾ നിർമ്മിച്ച് നൽകി. ഏതാണ്ട് 2 കോടിയോളം രൂപ വിലയുള്ള വസ്തു വാങ്ങിയിട്ടാണ് അന്ന് സർക്കാർ നൽകിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇനി സർക്കാർ കടക്കണം. പക്ഷേ പ്രധാന പ്രതിസന്ധി 150ഓളം പേർ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ കാണാനില്ല. ഇനിയും തെരച്ചിൽ പൂർത്തിയാക്കാത്ത ഏതാണ്ട് 50% സ്ഥലമുണ്ട്. അവിടെ മണ്ണിനടിയിൽ വീടുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ 2 നില വീടുകൾ, ഒരു ഒറ്റ നിലയുള്ള വീടുകൾ, ഇതൊക്കെ തന്നെ വീണ്ടും JCB ഉപയോഗിച്ച് പൊളിച്ചെടുത്ത് അതിനകത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അവരെയൊക്കെ പുറത്തെടുക്കാൻ കഴിയുമോ? അതോ ഇനി ശരീരഭാഗങ്ങളാണോ കിട്ടുക? അതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകണം? കാരണം ഓരോ രക്ഷിതാക്കളും വിചാരിക്കുന്നത് തൻ്റെ കുട്ടിയുടെ ഒരു ശരീരഭാഗമെങ്കിലും കിട്ടിയില്ലെങ്കിൽ, ഭാര്യ വിചാരിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഒരു ശരീരം കിട്ടിയിരുന്നെങ്കിൽ, അച്ഛനമ്മമാർ, അങ്ങനെ ഒരു വലിയ സമൂഹമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ബോധ്യപ്പെടുത്തി ഈ തിരച്ചിൽ എങ്ങനെ അവസാനിപ്പിക്കാം, അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. ഇനി പ്രധാനമായ മറ്റൊരു പ്രതിസന്ധി, അവിടെ സാധാരണ കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഉപജീവനത്തിനായിട്ട് വണ്ടി ഓടിച്ചിരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പുറത്ത് ജോലിക്ക് പോയിരുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഭാവി ഇവരെങ്ങനെയാണ് ഇനി തള്ളി നീക്കുക? 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ മലയിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി ഈ രക്ഷാപ്രവർത്തകരും മലയിറങ്ങും. പിന്നെ ദുരിതം അനുഭവിക്കുന്നവർ എങ്ങനെ മുന്നോട്ട് പോകും? സർക്കാരിൻ്റെ മുന്നിൽ എന്താണ് കൃത്യമായ പ്ലാൻ എന്ന് ചോദിച്ചാൽ ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയല്ലേ മാഷ് ഇപ്പം ലഭ്യമാകുന്ന വിവരം? തീർച്ചയായും അനിവാര്യമായും ഇത്തരത്തിലൊരു വലിയ ദുരന്തം വന്ന് ചേരുമ്പോൾ യാതൊരു തരത്തിലുള്ള മുൻധാരണയും നമുക്കുണ്ടാവില്ല. അപ്പോൾ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. സർക്കാരും നമ്മുടേതാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. ഈ മുൻകാല പരിചയം എത്ര തന്നെ ഉണ്ടെങ്കിലും ഭരണകൂടവും ഓരോ പുതിയ വിപത്തിന് മുമ്പിലും പുതിയ പ്രകൃതി ദുരന്തത്തിന് മുമ്പിലും അതൊന്ന് അന്തിച്ചു നിന്ന് പോകും. ആ ഒരാഴ്ച സമയം തീർച്ചയായിട്ടും നേരത്തെ സുനിജി പറഞ്ഞത് ശരിയാണ്. പക്ഷേ പുതിയ വെളിച്ചം, പുതിയ തീരുമാനം, പുതിയ നിശ്ചയദാർഢ്യം, പുതിയ പദ്ധതികൾ, പുതിയ ആസൂത്രണങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തം വരുമ്പോൾ, മഴക്കെടുതി, മണ്ണിടിച്ചിൽ, ഈ ദുരന്തം വരുമ്പോൾ മണ്ണിനടിയിലെ മനുഷ്യരെക്കുറിച്ച്, അവർക്ക് വേണ്ടി നടക്കുന്ന തെരച്ചിലിനെ കുറിച്ചാണല്ലോ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 തരം ഇരകൾ ഈ കൂട്ടത്തിലുണ്ട്. ഒന്ന്, ഇപ്പോഴും പ്രധാനം അതാണ്, ഇപ്പോഴും മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്ന മനുഷ്യർ.
ജീവനോടെ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയെങ്കിലും അവരെ പുറത്തെടുത്ത് അവർ ജീവനോടെ ഇല്ല എന്നെങ്കിലും ബന്ധപ്പെട്ട മനുഷ്യരോടും ലോകത്തോടും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് അത് എങ്കിലും ആ പ്രക്രിയയിൽ ഭരണകൂടമാർ പ്രതിപക്ഷമാർ എന്നൊന്നും മറന്ന് ഏത് ദേശക്കാരോ എന്നറിയാതെ തീർച്ചയായിട്ടും മനുഷ്യൻ എന്നൊരൊറ്റ യൂണിറ്റായി മാറിയിട്ട് മനുഷ്യർ നടത്തുന്ന സേവനങ്ങൾ അതവിടെ ഒട്ടും കുറച്ച് കാണാൻ പാടില്ല. അവർ ഏത് യൂണിഫോം ഇട്ട് വന്നാലും ഏത് കൊടി പിടിച്ച് വന്നാലും ഏത് ലേബലടിച്ച ആംബുലൻസിൽ വന്നാലും അത് വലിയ വർക്കാണ്. അത് മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. ഇതാ നിങ്ങളുടെ ആയുസ് തീർന്നിരിക്കുന്നു എന്നെങ്കിലും ലോകത്തോട് പറയാൻ. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത 1500ഓളം ആളുകളെ നമ്മുടെ സൈനികർ, നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ ദുരന്ത നിവാരണ സേന, ഈ എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട സന്നദ്ധ സേവകരുടെ സംഘങ്ങൾ, അവരൊക്കെ ചെയ്ത വലിയ സേവനങ്ങളുടെ ഫലമായി പുറത്തെടുത്ത ആളുകളുണ്ടല്ലോ, ഈ 1500 ആളുകൾ, അവരുടെ ജീവിതം ഇനി അങ്ങോട്ട് വലിയ സങ്കീർണമാണ്. ഒന്ന്, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സുരക്ഷ, അവരെ എങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് വളരെ പോസിറ്റീവായൊരു സ്റ്റെപ്പാണ്. അവരെ കാലാകാലവും സ്കൂളുകളിൽ പാർപ്പിക്കാനാവില്ല. അവർക്ക് വീടുകളില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സന്മനസ്സുള്ള എല്ലാ സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 1000ഓളം വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലേറെ വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്, സർക്കാരിൻ്റേതല്ലാതെ തന്നെ ജനങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ആ വീടുകൾ പൂർത്തിയാക്കുന്നവരെ അവരെ പാർപ്പിക്കണം. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്തപ്പോൾ ഒരു മഴക്കാറ് വന്നാൽ, ഒരു ചെറിയ കടലേറ്റം വന്നാൽ ഉടനെ സ്കൂളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടും, ദുരിതാശ്വാസ ക്യാമ്പാക്കി മാറ്റണം ഹെഡ് മാസ്റ്റർമാർ. ഇത് ദീർഘകാലത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കഴിയുമ്പോൾ ഇതിനകത്ത് പെട്ടുപോയവരും അല്ലാത്തവരുമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. അതുകൊണ്ട് സ്കൂളുകളെ ഒഴിവാക്കി കൊടുത്തിട്ട്, അതാണിപ്പോൾ ഇന്നിപ്പോൾ റവന്യൂ മന്ത്രിയുടെ പ്രഖ്യാപനം കണ്ടില്ലേ, വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര യോഗം ചേരുന്നുണ്ട്. അടിയന്തരമായി സ്കൂളുകൾ ഒന്നുകിൽ നിർബന്ധമായും ക്യാമ്പായി തുടരേണ്ട സ്കൂളുകൾക്ക് പകരം അവിടെ ഏറ്റവും അടുത്ത റെസ്റ്റ് ഹൗസുകൾ, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനാണല്ലോ, തൽക്കാലം ടൂറിസം വേണ്ടല്ലോ, നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളൊക്കെ സ്കൂളുകളാക്കി മാറ്റിയിട്ട്, താൽക്കാലിക സ്കൂളുകളാക്കി മാറ്റിയിട്ട് അങ്ങോട്ട് ചെയ്യാമോ? പിന്നെ വീട് പണി പൂർത്തിയാകുന്നത് വരെ സ്കൂളുകളിലെ ക്യാമ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇത്തരത്തിൽ സ്വകാര്യ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയിലാണെന്ന് എനിക്ക് തോന്നുന്നു, കർശനമായ നിയന്ത്രണമുണ്ട്. ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന്, ഒരു സർക്കാരിന് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ക്രഷ് ഓപ്പണാണ്, ഇടിച്ച് തുറന്നിട്ട് ഗവൺമെൻറ്റിന് ഏത് നേരത്തും ബലമായി തുറന്നിട്ട് അവിടെ മനുഷ്യരെ പാർപ്പിക്കാൻ അനിവാര്യ ഘട്ടങ്ങളിൽ. അതിൻ്റെ ഓണർഷിപ്പ് ആരുടേതായാലും അന്നേരത്ത് ദേശം ഏറ്റെടുക്കും. അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെയുണ്ടല്ലോ, യുദ്ധകാല സാഹചര്യത്തിൽ ആ വീട് രാജ്യത്തിൻ്റേതാണ്. അത് ഏറ്റെടുത്തിട്ട് ഏത് രാജകീയ മന്ദിരമാകട്ടെ അത് ഏറ്റെടുത്തിട്ട് അഭയാർത്ഥികളെ ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് പകരം സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയണം. അത്തരം പദ്ധതികൾ ഉണ്ടത്രേ ഗവൺമെൻറ് കയ്യിൽ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിനും വേണമെങ്കിൽ അത് സാധ്യമാണ് എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് സ്വമേധയാ വിട്ടുകൊടുക്കും. ഒരു പക്ഷേ നാളെ മുതൽ ഗവൺമെൻറ്റിലേക്ക്, റിലീഫ് ക്യാമ്പുകളിലേക്ക് കളക്ടർമാർക്ക് അറിയിപ്പുകൾ വരും. എൻ്റെ വീട്, ജർമ്മനിയിൽ നിന്ന് അറിയിപ്പ് വരും, എൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വയനാട്ടിലെ ഇന്ന സ്ഥലത്ത്, എടുത്തോളൂ. അത് സന്മനസ്സുള്ള മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നവർ, അതും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പുനരധിവാസം, മാറ്റിപ്പാർപ്പിക്കൽ. ഒന്ന്, സ്കൂളുകൾക്ക് ഒരു കാരണവശാൽ ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, ജൂണിൽ സ്കൂൾ തുറന്നതാണ്. 1ാം ടേം, ഓണം വരെയാണ് 1ാം ടേം. ഫസ്റ്റ് ടേമിലെ കാര്യമായ പഠനത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് സംഭവിക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചിട്ടുണ്ടാവും. അതിന് അടിയന്തരമായി സമാന്തര സ്കൂളുകൾ വെക്കേണ്ടതുണ്ടാവും. ഒരു സ്കൂള് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നഷ്ടപ്പെട്ട സിലബസ് തീർത്തു കൊടുക്കാനുള്ള പദ്ധതികൾ, അതിനൊക്കെ അധ്യാപകർ തയ്യാറാണ്. നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യരായ എത്രയോ പേര് പുറത്തുണ്ട്, അവരൊക്കെ സമാന്തര സ്കൂൾ നടത്താൻ തയ്യാറാണ്. ഒരു കലാമിറ്റി വന്നു കഴിഞ്ഞാൽ, ഒരു യുദ്ധം പോലുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരായി തയ്യാറാണ് എന്നാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നത്. അത് സംഭവിക്കുന്നുണ്ട്. വേറൊന്ന്, അമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഒരു ചെറിയ, നമ്മളത് എത്രത്തോളം അത് ആശാസ്യമാണെന്ന് എനിക്കറിയില്ല, ഈ പല അമ്മമാരും മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ്. അവർ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അതിനോട് വളരെ മോശമായി പ്രതികരിച്ചതിനെ നമ്മൾ അപലപിക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ചെയ്യേണ്ടിയിരുന്നത് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇത്രയും കുട്ടികൾ മുലപ്പാൽ, ഫീഡിങ് ബേബീസ് ഉണ്ട്, മുലപ്പാൽ കിട്ടാതെ അമ്മമാർ മരിച്ചുപോയ കുട്ടികളുണ്ട്. ഇവർക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറുള്ള അമ്മമാർ ദയവായി റിലീഫ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെടേണ്ടതാണെന്ന് അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടിയിരുന്നത്. സ്വമേധയാ വന്ന് അവരുടെ മറ്റാരും അറിയാതെ തന്നെ കൊടുത്തു പോരാൻ സന്മനസ്സുള്ള അമ്മമാരുണ്ടാവും. അതുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ട്രോമ ഉണ്ട്. കുട്ടികളുടെ കൺമുമ്പിൽ വെച്ച് അമ്മമാർ ഒഴുകിപ്പോകുന്നത്, അച്ഛൻ ഒഴുകിപ്പോകുന്നത്, വീട് അടർന്നെടുത്തു പോകുന്നു, സ്കൂൾ ഒലിച്ചു പോകുന്നത് കണ്ട കുട്ടികളുടെ ട്രോമ ജീവിതകാലം മുഴുവൻ അവർ നേരിടും.
അപ്പോൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരുടെ പുനരധിവാസം വീട് വെച്ച് കൊടുത്തുകൊണ്ട് തീരില്ല എന്നാണ് ഞാൻ പറയുന്നത്. നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടും തീരില്ല. അപ്പോൾ ദീർഘകാലത്തേക്കുള്ളൊരു പാക്കേജ് ആയിരിക്കും വരാൻ പോകുന്നത്. സർക്കാർ നല്ല വഴിയിൽ ചിന്തിക്കുന്നു എന്നാണ് എല്ലാ ഗവൺമെൻറ്, ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും കേരള ഗവൺമെൻറ്റിൻ്റെ പിന്തുണയൊക്കെ നല്ല ദിശയിൽ മുന്നേറുന്നു എന്ന് വേണം ഈ സമയത്ത് കാണാൻ. മൂന്നാമത്തെ ഒരു കൂട്ടരും കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും, മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യർ, മണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ. മൂന്നാമത്തെ ഒരു കൂട്ടർ ഈ ദുരന്തം വന്നതുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനമാണ് ജീവിതം നഷ്ടപ്പെട്ടു പോയ, ഉപജീവനം നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവർ, എസ്റ്റേറ്റ് അപ്പാടെ ഒലിച്ചു പോയവർ, ചെറിയ ചെറിയ തൊഴിൽശാലകൾ ഒലിച്ചു പോയവർ, പണിയെടുക്കാൻ പോകാൻ പറ്റാത്തവർ, ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവർ ഇതിൻ്റെ ഇരകൾ തന്നെയാണ്. അവർ ക്യാമ്പിൽ വന്നിട്ടുണ്ടാവില്ല, അവർ നേർക്ക് നേരെ ഇതിൻ്റെ ഇരകളുമല്ല, പക്ഷേ അവരും യഥാർത്ഥ ഇരകളാണ്. അതുകൊണ്ട് ദുരന്തത്തിൽ പെട്ടുപോകാത്ത മനുഷ്യർ, 3 കൂട്ടം മനുഷ്യരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത്. 1, മണ്ണിനടിയിൽ പെട്ടിട്ട് ഇപ്പോഴും തിരിച്ചു കിട്ടാത്തവർ. 2, മണ്ണിനടിയിൽ നിന്ന് മഹാഭാഗ്യത്തിന് നമ്മുടെ രാജ്യം രക്ഷപ്പെടുത്തിയെടുത്തവർ. 3ാമത്തെ കൂട്ടർ മണ്ണിനടിയിൽ പെട്ടുപോയില്ലെങ്കിലും അവരുടെ മണ്ണും അവരുടെ ജീവിതവും വലിയ ആശങ്കയെ നേരിടുന്നവർ. ഈ 3 കൂട്ടർക്ക് എന്ത് ചെയ്യാനാവും എന്ന ആലോചന വയനാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട്. രാജ്യം മുഴുവൻ നടക്കട്ടെ. കേരളം വലിയ ആലോചനകൾക്ക് മുൻകൈ എടുക്കട്ടെ. തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ കൂടി നമുക്ക് കഴിയണം. വയനാട് എന്തായാലും അതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷപ്പെട്ട് വന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവർ ഈ ദുരന്തമുഖത്തെ അഭിമുഖീകരിച്ചത് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പം അവരെയും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു കടമ കൂടി സർക്കാരിനുണ്ട്. മാത്രമല്ല 53ഓളം കുട്ടികൾ ഇതിൽ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കുട്ടികളുടെ ഭാവി, അച്ഛനമ്മമാരില്ലാത്ത മക്കളുടെ ഭാവി, അനാഥരായവരുടെ ഭാവി, ഇതൊക്കെ സർക്കാർ കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകണം. സാറ് പറഞ്ഞതുപോലെ ഒരു വീട് വെച്ച് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടോ തീരാവുന്ന ദുരന്തമല്ല വയനാടിൽ നമ്മളൊക്കെ കണ്ടത് എന്നുള്ളതാണ്. അതിലും അപ്പുറമാണ് അവരുടെ വേദനകൾ എന്നുള്ളതാണ്. ഉപജീവന മാർഗം ഇല്ല, മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ പകച്ചു നിൽക്കുകയാണ് ദുരന്തമുഖത്ത്. ഇനി എന്താകും? രക്ഷപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത്. നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നൽകണം. അവരെ ചേർത്ത് പിടിക്കണം. എത്ര നാൾ എന്നതിനപ്പുറം എത്ര നാൾ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നതാണ് നമ്മളൊക്കെ നോക്കേണ്ടത്. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണം എന്നുള്ളത്. ഇതുപോലെ രക്ഷപ്പെട്ട വേറെ കാര്യം, ഈ ആദിവാസി കുടുംബങ്ങൾ അവരെ എത്ര പേരെ രക്ഷിച്ചു, അവരെങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കില്ല. കാരണം അവർ ഈ ശ്രദ്ധയിൽപ്പെടുന്നില്ല, അവർ മാറി നിൽക്കുന്നു. പിന്നെ കൂടാതെ ഇവിടെ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ഒരുപാട് ഈ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്, നമ്മൾ ഈ റിസോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൽ എത്ര ജീവനക്കാരുണ്ട്, എത്ര ആൾക്കാർ വന്നു? റിസോർട്ട് ഉടമകളൊക്കെ വളരെ സേഫായ സ്ഥലത്തായിരിക്കും, പക്ഷേ ഇതിൻ്റെ നടത്തിപ്പുകാർ ഇത് അധികൃതമാണോ അനധികൃതമാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയ ജീവനുകളുടെ എണ്ണം അറിയില്ല. ഇപ്പോൾ തന്നെ ഇതര സംസ്ഥാനക്കാരായ പല ആളുകളും വരുന്നുണ്ട്, അവരുടെ ബന്ധുക്കളെ കാണുന്നില്ല. അപ്പോൾ ഇതര സംസ്ഥാനക്കാരായ എത്ര പേര് അവിടെ തൊഴിൽ ചെയ്തിരുന്നു? അതിൻ്റെ കണക്ക് പഞ്ചായത്തിൻ്റെ കയ്യിലോ ഈ പറയുന്ന വില്ലേജിൻ്റെ കയ്യിലോ ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ കൃത്യമായ കണക്ക് ഇനിയും പുറത്തു വരുന്നില്ല. ഇനി അത് പുറത്തു വരും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന കാര്യമുണ്ട്. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനധികൃതം എന്ന് നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകൾ, 2 സ്റ്റോറേഡ് അല്ലെങ്കിൽ 3 സ്റ്റോറേഡ് ബിൽഡിങ്ങുകൾ അവിടെ പറ്റുമോ? പറ്റില്ലെങ്കിൽ ഇനി അവിടെ വരുത്തരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ടൂറിസം സെൻ്ററുകൾ, ഈ റിസോർട്ടുകൾ, ഇത് അനധികൃതം അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കരുത്. അപ്പോൾ പുഴയൊഴുകും വഴിയിൽ വേറെ എന്തെങ്കിലും തടസ്സമായി നിന്നാൽ പുഴ അതിനെ അതിനെ കവർന്നുകൊണ്ട് പോകും. മാഷ് പറഞ്ഞില്ല നേരത്തെ അതുവഴി എന്തോ ഒരു പുഴ ഒഴുകിയിരുന്നു, എന്തായിരുന്നു അതിൻ്റെ കാര്യങ്ങളും? ശരിക്കും പറഞ്ഞാൽ ഈ മുണ്ടക്കൈയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ ഈ പോത്തുകല്ലിൽ ഒഴുകിയെത്തിയപ്പോൾ വളരെ ദാർശനികം എന്ന് പറയാവുന്ന ഒരു വിവരം പുറത്തു വന്നു. ആ വഴിയിൽ ഏതാണ്ട് 100 കൊല്ലം മുമ്പ് വരെ, ഏറ്റവും ചുരുങ്ങിയത് 1 നൂറ്റാണ്ട് മുമ്പ് വരെ ഒരു പുഴ ഒഴുകിയിരുന്നുവെന്നും ആ പുഴയുടെ വഴി മനുഷ്യരാരൊക്കെയോ കെട്ടിത്തിരിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതിൻ്റെ ഒരു പുനരാവിഷ്കാരം കൂടിയാണ്. അത് അങ്ങനെ മറഞ്ഞുപോയ ഒരു പുഴയുടെ 2ാം വരവാണ് എന്നൊരു സൂചനയുണ്ട്. പ്രകൃതിയോട് മനുഷ്യൻ എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അതിനെടുത്താൽ മതി. അതിൻ്റെ പുരാണമൊന്നും തേടിപ്പിടിച്ച് തെളിവൊന്നും ചോദിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കും. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ, നിലനിൽപ്പിനെ, അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യത്തെ, അതിൻ്റെ ആരോഗ്യത്തെ, പ്രകൃതിയുടെ ആരോഗ്യത്തെ അപായപ്പെടുത്തിയ മാർസിൻ്റെ വിഖ്യാതമായൊരു പ്രയോഗമുണ്ട്. അത് ഇങ്ങനെയാണ്:
മനുഷ്യന് 2 തരം ശരീരങ്ങളുണ്ട്. 2 തരം ശരീരങ്ങൾ. ഒന്ന് ഓർഗാനിക് ബോഡിയും മറ്റൊന്ന് ഇനോർഗാനിക് ബോഡിയും. ഓർഗാനിക് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ മജ്ജയും മാംസവും ഒക്കെ അടങ്ങുന്ന ശരീരമാണ്. ഇനോർഗാനിക് ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നിലനിർത്താൻ ആവശ്യമായ മറ്റൊരു ബോഡി. അത് പ്രകൃതിയാണ്. നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് മാൻ എന്നാണ് പ്രയോഗം. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം വളരെ സിമ്പിളാണ്. ആര് പറഞ്ഞാലും, മാർസല്ല, ദാർശനികന്മാരായ ആര് പറഞ്ഞാലും ചോദ്യം ഇതാണ്: എൻ്റെ ജൈവ ശരീരത്തെ ഞാൻ അപായപ്പെടുത്തിയാൽ അത് ആത്മഹത്യയാണ്. ആണല്ലോ. അജൈവ ശരീരത്തെ അപായപ്പെടുത്തിയാൽ അത് മനുഷ്യരാശിയുടെ വംശനാശമാണ്. അതാണ് സംഭവിക്കുന്നത്. പ്രകൃതിയെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണണം. ഒറ്റ കാര്യം കൂടി ഇപ്പോൾ സിനുജി പറഞ്ഞപ്പോൾ, കണക്കുകൾ ഇപ്പോഴും അവ്യക്തമാണ് എന്നത് സങ്കടകരമാണ് സത്യത്തിൽ. ഇപ്പോൾ ഞാൻ നമ്മുടെ വാർത്താമാധ്യമങ്ങളിലെ വാർത്ത ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അഭയാർത്ഥി അടുത്ത ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്നപ്പോൾ സർക്കാർ തന്നെ തന്ന ഔദ്യോഗികമായ കണക്കനുസരിച്ച് 93 ക്യാമ്പുകളിൽ 9,000-ഓളം പേര് കഴിയുന്നുണ്ട്. അതെന്താണ്? ഏറ്റവും ചുരുങ്ങിയ 4 ദിവസം മുമ്പാണ്. ഇപ്പോൾ ഈ 4 ദിവസം കൊണ്ട് ഇന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പറയും 16 ക്യാമ്പുകളിൽ 800 പേരേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും പേര് അതിവേഗത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരുടെ ബന്ധുവീടുകളിലേക്കോ തിരിച്ചു പോയോ? എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഇപ്പോൾ പോലും നമ്മുടെ കയ്യിൽ കൃത്യമായി സർക്കാർ സത്യസന്ധമായും കൃത്യമായും കൊടുക്കാവുന്ന കണക്ക് പോലും മീഡിയയ്ക്ക് കൊടുക്കുന്നില്ല. ഓരോ മീഡിയയും അവരവരുടെ തട്ടകത്തിൽ ചെന്ന് കാണുന്നവരോട് കിട്ടുന്ന റിസോഴ്സ് വെച്ച് ഉപയോഗിച്ച് വാർത്ത തെറ്റായി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 16 ക്യാമ്പുകളിൽ 800 പേരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഈ ദുരന്തത്തിൻ്റെ വോള്യം കുറക്കുകയാണ്, നമ്മൾ ഗൗരവം കുറക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സത്യസന്ധമാണ്. എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. കാരണം 9,000 പേരെ ഒറ്റയടിക്ക് 800 ആവില്ല എന്തായാലും. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും 90ഓളം ക്യാമ്പുകൾ, ഏതാനും 80 ക്യാമ്പുകളെങ്കിലും ഇപ്പോഴുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 11 ക്യാമ്പുകളോ മറ്റോ അടച്ചുപൂട്ടിയത്. കാരണം അവരെ മറ്റു ഇടത്തേക്ക് മാറ്റുകയും എണ്ണം കുറവായതുകൊണ്ട് ഇവരിലേക്ക് സഹായം എത്തിക്കാനൊക്കെയുള്ള സൗകര്യത്തിന് വളരെ വിദൂരങ്ങളിൽ ഉണ്ടായിരുന്ന 10-11 ക്യാമ്പുകളെ അടച്ചില്ല. അപ്പോഴും 10-80 ക്യാമ്പുകളുണ്ട്. പിന്നെ എങ്ങനെ അത് 16 ആവുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് കുറെ കൂടി കൃത്യം വ്യക്തവുമായൊരു കണക്ക്, മനസ്സിലുള്ള വളരെ ആശാവഹമായ പ്ലാനുകൾ മന്ത്രിമാരൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. നല്ലതാണ്. അതോടൊപ്പം തന്നെ വസ്തുതാപരമായ കണക്കുകളും കൂടി കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം. അത് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കണക്കെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മറ്റ് കണക്കുകളെക്കുറിച്ച് പരാതിപ്പെടാൻ പറ്റുക? ഇതിപ്പോഴുള്ള അതുകൊണ്ട് തന്നെ ഈ കണക്കുകളൊക്കെ അവ്യക്തമാണ്. എത്ര പേര് മണ്ണിനടിയിലുണ്ട് അവ്യക്തമാണ്. അതിൻ്റെ കണക്ക് അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എത്ര പേരെ ഇനിയും കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. എത്ര പേര് ഇപ്പോൾ നമ്മൾ പറയുന്നത് അവയവങ്ങൾ കിട്ടിയ കണക്ക് വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ആളുകൾ മരിച്ചതിൻ്റെ കണക്ക്. അത് കൃത്യമാണോ? ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിലും ഇപ്പോഴെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്ര പേരുണ്ട്, അവരെ എങ്ങോട്ടൊക്കെ മാറ്റി, അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് ഉണ്ടാവണമല്ലോ. അത് സത്യസന്ധമായ ഒരു റിലീസായിട്ട്, അതൊന്നും ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യണമെന്ന് ഇല്ല, അതൊക്കെ ഒരു റിലീസായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് ലഭ്യമാക്കണം എന്നതാണ് ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് പറയാവുന്ന ആദ്യത്തെ ഒരു ആവശ്യം. ഇന്ന് വൈകുന്നേരം മുതലെങ്കിലും ഇത്ര ക്യാമ്പുകൾ, അതിൻ്റെ ലിസ്റ്റ്, ഇന്ന ക്യാമ്പുകൾ ഇത്ര പേരുണ്ട് എന്നൊരു കണക്ക് ജനങ്ങളോട് പറഞ്ഞൂടെ? എന്നാൽ മാധ്യമങ്ങൾ ഈ ഊഹാപോഹം പ്രചരിപ്പിക്കില്ലല്ലോ. അപ്പോൾ അർഹിക്കുന്ന ഡ്യൂ ഇമ്പോർട്ടൻസ്, ഈ ദുരന്തത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടാതെ പോകാൻ പാടില്ലല്ലോ. പെരുപ്പിച്ച് പറയണ്ട, പക്ഷെ ഉള്ളത് പറയണമല്ലോ. അപ്പോൾ ചർച്ച നമുക്ക് അവസാനിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഉണ്ടാകണം. അത് ജനങ്ങളെ അറിയിക്കണം. സഹായം ചെയ്യാനായിട്ട് വരുന്ന സന്നദ്ധ പ്രവർത്തകരെയും സംഘടനകളെയും ഒക്കെ അറിയിക്കുക. ഇനിയും മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യജീവനുകൾ ഉണ്ടെങ്കിൽ അവയെ കണ്ടെടുക്കുമോ, ഈ നഷ്ടപ്പെട്ടു പോയവരുടെ വേദനകൾ പൂർണ്ണമായും അകറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച ഔദ്യോഗിക ഏജൻസി എന്ന നിലയിൽ സർക്കാർ എടുത്തേക്കും. അക്കാര്യങ്ങൾ സർക്കാർ ചേർത്ത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഈ സന്നദ്ധ സേവകർ സ്വമേധയാ വരുന്നവരാണ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ. ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് തൻ്റെ കടയിലെ സാധനങ്ങളൊക്കെ, എറണാകുളത്ത് നിന്നൊക്കെ പലരും ഈ നമ്മുടെ ഉള്ള സാധനങ്ങൾ മുഴുവൻ വണ്ടിയിലെടുത്ത് കയറ്റിയിട്ട് വയനാട്ടിലേക്ക് പോകും. അപ്പോൾ അവരുടെ സന്മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം, ആദരിക്കണം. അതിന് പകരം അവരിപ്പോൾ ഒരു ഏരിയയിൽ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ സെൽഫി എടുക്കാൻ വരുന്നവരുണ്ടാവും. അവരെ ആർക്കും തിരിച്ചറിയാവുന്ന അവഗണിക്കാവുന്നേ ഉള്ളൂ. അതിന് പകരം അങ്ങോട്ട് പോയാൽ അപ്പോൾ ചില പ്രദേശത്തേക്ക് അവർ വന്ന തിരക്ക് കൂടും. അവിടെ നമ്മുടെ ഈ എക്സ്കവേഷൻ പ്രവർത്തനങ്ങളെ, മണ്ണുമാന്തൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നൊക്കെയുള്ളത് ശരിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ചെയ്യേണ്ടത് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഓരോ സംഘടനക്കാരെയും വിളിച്ച് നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ ഡെപ്യൂട്ട് ചെയ്യാം. അതും ഗവൺമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിയന്ത്രിക്കാലോ. സർക്കാർ എന്ന് പറഞ്ഞാൽ അതിനല്ലേ. അവിടെ പട്ടാളക്കാർ ചെയ്യേണ്ടടുത്ത് അവർക്ക് ശല്യമാവുന്ന തരത്തിൽ വലിയ തിരക്കുണ്ടാക്കാതെ ഇവർക്ക് മാത്രം ചെയ്യാവുന്ന മേഖല ഉണ്ടാവും. ആദിവാസി ഊരുകളിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ? ഇനിയും പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ടോ? പേടിച്ചിരിക്കുന്നവരുണ്ടോ? അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് വിദൂരങ്ങളായ ദേശങ്ങളിലേക്ക് ഇവരെ ഡെപ്യൂട്ട് ചെയ്തിട്ട്, ഡിപ്ലോയ് ചെയ്തിട്ട് ആളുകളുടെ സേവനത്തെ, സന്മനസ്സിനെ
ശാസ്ത്രീയമായും ആസൂത്രിതമായും ഉപയോഗിക്കാൻ കൂടിയാണ് സന്മാനം. അവരെ തള്ളിപ്പറയല്ല. തീർച്ചയായിട്ടും അവർ വന്നു എന്നുള്ളത് അവരുടെ മാനുഷികമായ ഉത്കണ്ഠ കൊണ്ടാണ്. ആ ഉത്കണ്ഠയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അവർ ഏത് പാർട്ടിക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, ഏത് ജാതിക്കാരാവട്ടെ, എന്തെന്ത് ലക്ഷ്യത്തിന് വേണ്ടി വരട്ടെ, രാഷ്ട്രീയമായ ലക്ഷ്യമാവാം, ഇപ്പോൾ പരലോകമോക്ഷത്തിന് വേണ്ടിയാകാം, ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയാവാം, പുണ്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാവാം, എന്ത് ലക്ഷ്യത്തിന് വേണ്ടി എന്നതല്ല, അവരുടെ പ്രതിബദ്ധതയുണ്ടല്ലോ, അതാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. അത് സർക്കാർ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാവണം. അവരെ അംഗീകരിക്കാനും അവരുടെ സേവനം പ്രയോജനപ്പെടുത്താനും അത് അക്നോളജ് ചെയ്യാനും. ഇതാ ഇന്ന സംഘടനയുടെ ഇത്ര പേർ വളണ്ടിയർമാരായി വന്നിരിക്കുന്നു, ഇന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ അവരെ വിനിയോഗിച്ചിരിക്കുന്നു എന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ അവർക്കും അംഗീകാരമാണ്. അത് അവർ ഒതൻറ്റിക് ആവുകയും ചെയ്യും. ആ ഒരു നിർദ്ദേശം കൂടി സർക്കാർ പരിഗണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ സമയത്ത്. തീർച്ചയായിട്ടും ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ചർച്ച നമ്മൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്, ഇനിയും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ഈ ചർച്ച വീണ്ടും ആരംഭിക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.